എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കാർത്തിക്. നമുക്ക് ഇനി ഭൂമാഫിയ ഉണ്ടാക്കിയ പുതിയ ക്ലെയിംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത്, ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ട് മുതൽ സൗത്ത് ഡൽഹി വരെ, അതായത് വസന്ത് വിഹാർ വരെ, ഇതെല്ലാം വഖഫ് ഓൺഡ് പ്രോപ്പർട്ടീസ് എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പാർലമെൻറ്റ് ഓൺ ചെയ്യുന്നത് വഖഫ് ബോർഡിൻ്റെ പ്രോപ്പർട്ടിയിലാണ്. അപ്പോൾ വഖഫ് ബോർഡ് ഇപ്പം പാർലമെൻറ്റിലെ എംപിമാരെടുത്ത് അതിനുള്ള റെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. മൂന്നാമത്തത് നമ്മൾ പറയുന്നത് താജ്മഹൽ, വിച്ച് ഈസ് അണ്ടർ ASI, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അതേപോലെ നിരവധി പഴയ പുരാതന ക്ഷേത്രങ്ങളും, അതേപോലെ നമ്മുടെ ഗ്യാൻവാപ്പി അമ്പലവും, പിന്നെ നമ്മുടെ ദ്വാരകയിലെ ദേവഭൂമി ഐലൻഡ്സും ആണ് പ്രമുഖരായ കുറച്ച് സ്ഥലങ്ങൾ വഖഫ് ബോർഡിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് അവർ ക്ലെയിം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബീഹാറിലെ ഗോവിന്ദപുരി എന്ന് പറഞ്ഞൊരു സ്ഥലം, അതും വഖഫ് ബോർഡിൻ്റെ ആണെന്നാണ് പറയുന്നത്. അംബാനിയുടെ സ്വന്തം വീട് ആൻറ്റിലിയ ഓൺ ചെയ്തിരിക്കുന്ന വഖഫ് ലാൻഡിലാണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഡൽഹിയിലെ തന്നെ വേറെ കുറച്ച് സ്ഥലങ്ങൾ നോക്കാം. ജമാ മസ്ജിദ് അറ്റ് ഫിറോഷ കോട്ട്ല, അതേപോലെ തന്നെ ചോട്ടി ഗുംട്ടി മക്ബാറ ഇൻ ആർകേപുരം, അതേപോലെ ഹൗസ് ഖാസ് മസ്ജിദ്, അതേപോലെ ഇദ്ഗാ എന്ന് പറയുന്ന കുറച്ച് മുസ്ലിം ആരാധനാലയങ്ങളാണ് ഇപ്പോൾ വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കുറച്ച് പ്രോമിനൻ്റായ കുറച്ച് സ്മാരകങ്ങൾ, അത് കുത്തബ് മിനാർ, ഇന്ത്യ ഗേറ്റ്, നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, അതേപോലെ ഒരു അമ്പലമുണ്ട് തൃച്ചിയിൽ, ശ്രീരംഗം, അതേപോലെ തന്നെ നമ്മുടെ താജ് ഹോട്ടൽ മുംബൈ, ഇതൊക്കെ വഖഫ് ബോർഡിലാണെന്നാണ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ മുനമ്പം ഇഷ്യൂ തന്നെ വഖഫ് ബോർഡ് ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമാണ്. അതുപോലെ തന്നെ പറയുന്നത് 53,290 ഇമ്മൂവബിൾ വഖഫ് ഹോൾഡിങ്സ് ഉണ്ട് കേരളത്തിൽ എന്നതാണ്. അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ ലാൻഡ്, ബിൽഡിങ്സ്, ഹൗസസ്, പ്ലോട്ട്സ്, ഷോപ്സ് ആൻഡ് സ്കൂൾസ്. പിന്നെ അതേപോലെ തന്നെ കേരളത്തിൽ MM അലി റോഡ് കോഴിക്കോട് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എറണാകുളത്ത് ഒരു 400 ഏക്കർ സ്ഥലം അവർ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എറണാകുളത്തെ 400 ഏക്കർ സ്ഥലം ക്ലെയിം ചെയ്തപ്പോഴാണ് നമ്മുടെ സൈറോ മലബാർ ചർച്ച്, പിന്നെ മറ്റു ചില ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് ഇതിനു വേണ്ടി പ്രൊട്ടസ്റ്റിന് ഇറങ്ങിയത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വഖഫ് ബോർഡ്, അതായത് നമ്മുടെ ലാൻഡ് മാഫിയ ക്ലെയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്തത് നമ്മുടെ പൊളിറ്റിക്സ്. എന്താണ് വഖഫ് ബോർഡിൻ്റെ പിന്നിലുള്ള പൊളിറ്റിക്സ്? അപ്പോൾ ഇത് ഞാനൊരു 2 വേഴ്സസ് ആക്കുകയാണ്, അതായത് 2 ടീമായിട്ട്. ഒന്ന് INDA ടീമും മറ്റേത് NDA ടീമുമായിട്ട്. അപ്പോൾ INDA എങ്ങനെയാണ് ഇത് ഒരു പ്രീണന ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതേപോലെ തന്നെ NDA ഗവൺമെൻറ് എന്താണ് ഈ വഖഫ് ബിൽ 2024 അതോട് ഉദ്ദേശിക്കുന്നത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ഈ കാണിക്കുന്ന കുറച്ച് വീഡിയോസ് നിങ്ങൾ കാണുക, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ വീഡിയോ കാണാം. Sir, with your permission, I rise to move for leave to introduce the Waqf Amendment Bill 2024. The Narendra Modi government introduced the Waqf Amendment Bill in the Lok Sabha on Thursday. The bill sparked an angry debate, with the opposition parties calling it an assault on the constitution. Thank you very much for giving me an opportunity to raise an objection on this draconian law which is introduced by the government. Sir, fundamentally this is an attack on constitution. You're restraining The opposition claimed that the proposed changes in law targeted Muslims and undermined minority rights by diminishing the powers of the Waqf board.
Removing waqf by user, this government wants to take over dargah, masjid and waqf properties. ये जो आप बिल ला रहे हैं, आप देश को बांटने का काम कर रहे हैं, जोड़ने का काम नहीं कर रहे हैं। आप दुश्मन हैं मुसलमानों के, उसका सबूत ये बिल है। Parliament also saw heated exchange between Union Home Minister Amit Shah and SP leader Akhilesh Yadav. आप लोकतंत्र के न्यायाधीश हैं और मैंने अध्यक्ष महोदय सुना है इस लॉबी में कि कुछ अधिकार आपके भी छीने जा रहे हैं, उसके लिए हम लोगों को लड़ना पड़ेगा आपके लिए। अध्यक्ष के अधिकार अखिलेश जी सिर्फ विपक्ष के नहीं है, पूरे सदन के हैं। इस तरह की गोलमोल बात आप नहीं कर सकते हो। आप नहीं हो अध्यक्ष के अधिकार के संरक्षक। BJP's allies JDU and TDP backed the bill. आपके मस्जिद को छेड़छाड़ करने का प्रयास नहीं किया जा रहा है। यह एक कानून से बना हुआ संस्था है। उस संस्था को पारदर्शी बनाने के लिए कानून बनाया जा रहा है। मैं खुद माइनॉरिटी हूँ। Union Minister for Minorities Affairs Kiran Rijiju put up a spirited defense of the bill. इस बिल का समर्थन कीजिए, करोड़ों लोगों का दुआ मिलेगा। इतिहास में दर्ज होगा कि ये बिल को कौन कौन समर्थन किया है और किसने विरोध किया है। ये इतिहास में नाम दर्ज होगा। इसलिए इस बिल का विरोध करने से पहले आप सोचिएगा, करोड़ों गरीब महिलाओं का, बच्चों का, गरीब मुसलमानों का। The government finally relented to opposition's calls and sent the bill to the standing committee for review. मैं तो शुरू से बोल रहा हूँ, डिवीजन करवाइए, डिवीजन करवाइए। प्रश्न है कि विधेयक को पुनर्स्थापित करने की अनुमति प्रदान की जाए। जो सदस्य इसके पक्ष में हाँ कहें, जो सदस्य विरोध में ना कहें। मेरे विचार में निर्णय हाँ वालों के पक्ष में हाँ वालों के अनुमति प्रदान की तो माननीय विधायक को पुनर्स्थापित करें। The proposed legislation, the Unified Waqf Management, Empowerment, Efficiency and Development Act, seeks to modernize the registration of Waqf properties through a central portal. The previous Waqf system granted the Waqf board extensive powers, allowing it to designate any land as Waqf property without oversight. The new bill seeks to regulate the powers of the Waqf board, preventing it from arbitrarily appropriating land. Earlier, there was no women or marginalized Muslim groups represented on the board, and the system had significant loopholes that facilitated forgery in Waqf land designation. The amendment mandates the inclusion of women and minority Shias and Ahmadis on the Waqf boards, aiming to bring greater transparency and reduce opportunities for forgery. The bill also proposes a centralized portal for Waqf assets. The decisions made by the Waqf board can be challenged in the High Court according to the proposed law. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കോൺഗ്രസ്സുകാർ ഈ കിടന്ന് കളിക്കുന്നത്. അതായത് ഈ ബില്ല് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന എൻടൈറ്റിൽഡ് മുസ്ലിംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാശ് മൂത്ത് ഭ്രാന്തായ മുസ്ലിങ്ങൾ, ഈ വഖഫ് ബോർഡ് അല്ലെങ്കിൽ ഈ വഖഫ് ലാൻഡ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ, അതിലെ ഒരു പ്രധാനിയാണ് AMIMലെ നമ്മുടെ അസദുദ്ദീൻ ഒവൈസി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുള്ളിക്കാരൻ കൂടുതൽ പവേഴ്സ് വഖഫ് ബോർഡിന് കൊടുക്കണം എന്നതാണ് പറയുന്നത്. പക്ഷേ BJP അതേ സമയത്ത് ട്രാൻസ്പെറൻസി കൊണ്ടുവരാനാണ് കൂടുതലും ശ്രമിക്കുന്നത്, റെഗുലറൈസ് ചെയ്യാനും അതേപോലെ കൂടുതൽ, അതായത് സ്ത്രീകളെ ബോർഡിലിരുത്താനും ഇതിനൊക്കെ വേണ്ടി നമ്പേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ്, നമ്മുടെ NDA ഗവൺമെൻറ് നോക്കുന്നത്. ഇതേ സമയത്ത് കോൺഗ്രസ് ഇത് മുസ്ലിം വേഴ്സസ് ഹിന്ദു എന്നുള്ള രീതിയിലാക്കി മാറ്റുകയാണ്. ഒന്ന്. ഈ രണ്ടാമത്തത്, അപ്പോൾ ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരാണ് നമ്മുടെ INDIA അലയൻസ് എന്നുണ്ടെങ്കിൽ ഈ ബില്ലിനെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ ഇവരിവിടെ ചെയ്യുന്നത് ഹിന്ദു വേഴ്സസ് മുസ്ലിം കളിക്കുകയാണ്, അല്ലേ? നമുക്ക് രണ്ടാമത്തെ വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് നമ്മുടെ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയിൽ ഈ ബില്ലെത്തിയപ്പോൾ ഇതിനൊരു എക്സ്റ്റൻഷൻ വേണം. അതായത് ഈ ബില്ല് എന്ത് സംഭവിച്ചാലും ഈ കാലയളവിൽ, അതായത് ഈ ഒരു സെഷനിൽ പാസ്സാക്കി എടുക്കരുത് എന്നുള്ളൊരു തീരുമാനത്താലാണ് INDIA ഇത് മുന്നോട്ട് നീങ്ങുന്നത്.
അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ കാണാം. Now we have some news just coming in. Let's take a quick look at these developments from the Parliament of India, and this has got to do with the Joint Parliamentary Committee on Waqf Bill, which gets an extension. Committee is now scheduled to present its report on the last day of the budget session next year. So up until 2025, next year, you will not see the Waqf Bill, in fact, being tabled, because there was a Joint Parliamentary Committee that was looking into this matter. And this committee is going to be now presenting its report on the last day of the budget session next year. Amit continues to be with us. Amit has been tracking that story as far as the Waqf Bill is concerned. Amit, there are delay but expected. The JPC looking into this case is going to looking into the Waqf Bill, or studying the Waqf Bill, will be presenting the report next year, which is early next year. I understand the budget session of Parliament. അപ്പോൾ മൂന്നാമത്തതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ മൂന്നാമത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു MP പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഇതിനു മുമ്പും കഴിഞ്ഞ മന്ത്രിസഭയിലും, അതായത് 2019 to 2024 മന്ത്രിസഭയിൽ ഒരു MP സസ്പെൻഡഡ് ആയിരുന്നു, മഹുവ മൊഹിത്ര എന്ന് പറഞ്ഞിട്ട്. അത് പാർലമെൻറ്റിൻ്റെ അവരുടെ ഡൊമെയിനിൻ്റെ പാസ്വേഡും കാര്യങ്ങളും ഒക്കെ ലീക്ക് ചെയ്തതിനെ കുറിച്ചായിരുന്നു ഇഷ്യൂ ആയത്. അങ്ങനെ അവർക്ക് സസ്പെൻഷൻ കിട്ടി. അങ്ങനെ ഈ ഒരു പാർട്ടി എപ്പോഴും ഒരു ആൻറ്റി ഇന്ത്യ സ്റ്റാൻഡ് എടുക്കുന്നതായിട്ടാണ് നമുക്ക് സ്ഥിരം കാണാൻ കഴിയുന്നത്. പൊതുവെ ഒരു മോദി ഹേറ്ററാണ് ഈ പാർട്ടി. അപ്പോൾ ഈ പാർട്ടിയിലെ ഒരു തലതൊട്ടപ്പൻ മിസ്റ്റർ കല്യാൺ ബാനർജി എന്നാണ് പുള്ളിയുടെ പേരെന്ന് തോന്നുന്നു. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരാണ് ഇവിടെ പ്രീണനം നടത്താൻ നോക്കുന്നത് എന്ന്, ആരാണ് ശരിക്കും മൂട് താങ്ങി നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ഇങ്ങനെ മൂട് താങ്ങി ഏതറ്റം വരെ പോകും എന്ന് നമുക്ക് ഊഹിക്കാം. കാരണം നമുക്ക് നമ്മുടെ നാട്ടിലെ ന്യൂസുകളൊക്കെ കാണാറുണ്ട് ഉസ്താദന്മാരുടെയൊക്കെ. അപ്പോൾ അതുപോലെ എത്തും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാലും നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു കളയാം. Trinamool Congress MP Kalyan Banerjee has now said that a piece of land will qualify as a Waqf land if a Muslim offers namaz on it, and it can be any part of the road, outside a mandir, masjid, anywhere. That's what he has said in the public. And remember, he is the member of the JPC committee on Waqf. Take a listen in first to what Kalyan Banerjee said, and we'll get you the reactions. আপনি যেখানে নামাজ পড়বেন বা যারাই নামাজ পড়বে কোনো এক জায়গায়, সেটা দ্যাট উইল বি ট্রিটেড অ্যাজ ওয়াকফ প্রপার্টি। যে কোনো একটা জায়গায় যদি 20 জন, 25 জন, 15 জন, 5 জন রেগুলারলি নামাজ পড়ে, সেটা ওয়াকফ প্রপার্টি বলে ট্রিট করা হবে। আপনি যেখানে নামাজ পড়বেন বা যারাই নামাজ পড়বে কোনো এক জায়গায়, সেটা দ্যাট উইল বি ট্রিটেড অ্যাজ ওয়াকফ প্রপার্টি। പൊളിയായിട്ടും അല്ലേ? എൻ്റെ പൊന്ന് INDIA പൊട്ടന്മാരെ, ഇങ്ങനെ ഇരുന്ന് പ്രീണിച്ച് നിങ്ങൾക്ക് എന്തുവാ കിട്ടുന്നത്? അടുത്ത ഇലക്ഷൻ നിങ്ങൾ 8 നില പൊട്ടും. ഇപ്രാവശ്യം 240 സീറ്റ് കിട്ടിയെങ്കിൽ അടുത്ത തവണ 50 തികച്ച് പിടിക്കൂല. എഴുതി വെച്ചുതരാം. ഇനി നമുക്ക് കേരളത്തിൻ്റെ ഒരു 2-3 വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് നമ്മളെ സഖാവ് പിണറായി വിജയൻ പറയുന്ന ഒരു വീഡിയോ, രണ്ടാമത് നമ്മുടെ സതീശൻ കോൺഗ്രസിൻ്റെ പറയുന്ന രണ്ടാമത്തെ വീഡിയോ, ഇത് കഴിഞ്ഞ് മൂന്നാമത്തെ വീഡിയോ നമ്മുടെ BJPയുടെ കേരളത്തിൻ്റെ ആദ്യത്തെ BJP മിനിസ്റ്ററായ, അല്ലെങ്കിൽ BJPയിൽ നിന്ന് ജയിച്ച് ഒരു സീറ്റ് നേടി മിനിസ്റ്ററായ ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റ് മിസ്റ്റർ സുരേഷ് ഗോപി പറയുന്ന ഒരു വീഡിയോയും കൂടെയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്, 3 എണ്ണം. അപ്പോൾ നമുക്ക് ആ 3 വീഡിയോ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഈ കേരളത്തിലുള്ള ആൾക്കാർക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആരാണ് പ്രീണനം നടത്തുന്നത്, ആരാണ് ഈ ഫിനാൻഷ്യലി ബാക്ക്വേർഡായിട്ടുള്ള അല്ലെങ്കിൽ ഒപ്രസ്ഡ് ആയിട്ടുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്ന് നമുക്ക് ഈ 3 വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. തമ്മിൽ തല്ലിക്കാൻ ഒരു വിഭാഗം അടിപൊളിയാണ്. ആ
വിഭാഗത്തിൻ്റെ പേരാണ് INDIA. ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് നിങ്ങളുടെ തലച്ചോറിനകത്ത് കയറാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ കണ്ണ് മൊത്തം ഇങ്ങനെ കെട്ടി വെച്ചിട്ട് BJP അങ്ങനെ ചെയ്തു, BJP വിദ്വേഷം പടർത്തുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. നിങ്ങൾ കണ്ണ് തുറന്ന് കാത് തുറന്ന് കേൾക്കുക, വായിക്കുക. അത് വായിക്കുന്നത് മൊത്തം ഈ സുഡാപ്പി അല്ലെങ്കിൽ നമ്മുടെ ഈ ദേശാഭിമാനി പോലത്തുള്ള പത്രങ്ങളൊന്നും വായിക്കരുത് കേട്ടോ. എല്ലാ പത്രങ്ങളും ഇരുന്ന് വായിക്കുക. അതായത് മനോരമ, അത് ഇത്, മാതൃഭൂമി, ജന്മഭൂമി, പിന്നെന്താണ് നമ്മളെ വീഡിയോ പോർട്ടൽസായ ഏഷ്യനെറ്റ് ന്യൂസ്, മുക്കാൽ മീഡിയ, പിന്നെ അതേപോലെ മാതൃഭൂമി ന്യൂസ്, മനോരമ ന്യൂസ്, ഇതൊക്കെ കണ്ട് ഒരു റാഷണൽ തിങ്കിങ്ങിലൂടെ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളെ വിശ്വാസങ്ങളൊക്കെ അപ്പുറത്ത് വിളയെ മാറ്റി വയ്ക്കുക. കാരണം വിശ്വാസം കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ കഞ്ഞി കിട്ടത്തില്ല. അത് ഞാനിപ്പോഴേ പറഞ്ഞേക്കാം. അപ്പോൾ നമുക്ക് ഈ 3 വീഡിയോയിലെ ആദ്യത്തെ വീഡിയോ നമ്മുടെ സഖാവ് പിണറായി വിജയൻ്റെ കണ്ടുകളയാം. അവകാശപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ മുനമ്പത്ത് ദശാബ്ദങ്ങളായി താമസിക്കുന്നവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തും. ആരെയും ഒഴിപ്പിക്കില്ലെന്നും സർക്കാർ നിലപാട് വഖഫ് ബോർഡും അംഗീകരിച്ചെന്നും പിണറായി വിജയൻ പറഞ്ഞു. വഖഫ് ഭൂമി തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. വഖഫ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മുസ്ലിം ജനവിഭാഗത്തിനിടയിലുള്ള നിയമപ്രകാരം അവകാശപ്പെട്ടൊരു കാര്യമാണ്. അത് പൂർണ്ണമായും സംരക്ഷിക്കാനുള്ള ബാധ്യതയാണ് സാധാരണഗതിയിൽ സർക്കാരിനുള്ളത്. പക്ഷെ ഇവിടെ വഖഫ് ചെയ്ത ഭൂമി അത് തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഭേദഗതിയിലൂടെ മുന്നോട്ട് കൊണ്ടുവന്നത്. കടുത്ത എതിർപ്പ് അതുയർത്തി. മാത്രമല്ല BJPയോടൊപ്പം നിൽക്കുന്ന കക്ഷികൾക്കടക്കം അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവരടക്കം അതിനോട് വിയോജിച്ചു. നേരെ പാസ്സാക്കിയെടുക്കലായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ കടുത്ത എതിർപ്പ് ഉയർന്നു വന്നപ്പോൾ പരിശോധനയ്ക്ക് പാർലമെൻ്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ്. ഉദ്ദേശം വ്യക്തമാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ സ്വീകരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമായുള്ള ഒരു നടപടി എന്ന നിലക്കാണ് ഇതിനെ കാണാൻ കഴിയുക. അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പിണറായി വിജയന് ഇനി പ്രീണിച്ച് നിന്നാൽ മാത്രമേ കേരളത്തിൽ ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അതും പോവും, അറബിക്കടലിലായിരിക്കും സ്ഥാനം എന്നുള്ളത് ഒരു വാസ്തവമാണ്. അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രീണനം കൊണ്ട് ഇങ്ങനെ മൂപ്പിക്കുന്നത്. മൂപ്പിച്ചാട്ടെ. അതേപോലെ തന്നെ ഈ 3 വീഡിയോ കഴിഞ്ഞതിന് ശേഷം അവസാനത്തെ വീഡിയോ ഈ പറഞ്ഞ പിണറായി സഖാവ് പറഞ്ഞ പോലെ നമ്മുടെ NDA ഘടകകക്ഷികൾ ഉണ്ടല്ലോ, അപ്പം അതിലെ കുറച്ച് ടീമുകൾക്ക് ഇതിനോട് പരാതി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് JPCക്ക് വിട്ടത് എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ അതിലെ ഒരു ഘടകകക്ഷി ചെയ്തത് എന്താണെന്ന് ഞാൻ അവസാനത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അതും കൂടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം എല്ലാം ക്ലിയർ ആവും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ വീഡിയോയിലേക്ക് പോകാം. അതാണ് നമ്മുടെ സതീശൻ ചേട്ടൻ്റെ വരുന്നു. ഇത് ഈ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഈ വിഷയം ഉപയോഗിക്കുകയാണ്. ഇതൊരു മതപരമായ പ്രശ്നമല്ല, ഇത് ഒരു പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. വഖഫ് നടത്തിയെന്ന് 1950 പറയുന്നൊരു പ്രോപ്പർട്ടിയാണ്. ആ വഖഫ് നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഇത് വഖഫ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു വഖഫ് പ്രോപ്പർട്ടി അല്ല. കാരണം ഇവർ ഈ കയ്യേറ്റക്കാരല്ല. ഈ വഖഫ് നടത്തുന്നതിന് മുമ്പ് തന്നെ ഇവരിവിടെ താമസിച്ചിരുന്ന ആളുകളാണ്. മാത്രമല്ല വഖഫ് നടത്തുമ്പോൾ വഖഫ് നിയമം അനുസരിച്ച് കണ്ടീഷൻ എഴുതി വയ്ക്കുമ്പോൾ ഇത് തിരിച്ചു കിട്ടും എന്ന് പറയില്ല. തിരിച്ചു കിട്ടില്ല, അത് പെർമനൻ്റാണ്. അപ്പോൾ നിയമപരമായി അത് നിലനിൽക്കില്ല. പറ്റിയതെന്ന് പറഞ്ഞാൽ 2008 VS അച്യുതാനന്ദൻ ഗവൺമെൻറ് കാലത്ത് ഒരു കമ്മീഷനെ വെച്ചു, നിസാർ കമ്മീഷൻ. ആ കമ്മീഷൻ പറഞ്ഞു ഇത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞു. പിന്നീട് വന്ന UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു നടപടിയും വഖഫ് ബോർഡ് എടുത്തില്ല. 2019 TK ഹംസ വഖഫ് ബോർഡ് ചെയർമാനായി വന്നപ്പോൾ ഇത് വഖഫാണ് എന്ന് പറഞ്ഞിട്ട് നടപടിയിൽ തുടങ്ങി. 2022 അതുവരെ ഇവർ കരം അടച്ചുകൊണ്ടിരുന്നതാണ്. 2022 അവരുടെ കരം അടയ്ക്കൽ നിർത്തി. അപ്പോൾ അവർക്ക് അവരുടേതല്ല ഭൂമി എന്നുള്ള സ്ഥിതി വന്നു. ഇതിനകത്ത് ഒരു മതപരമായ ഭിന്നിപ്പിൻ്റെ ഒരു വിഷയമില്ല. എല്ലാ മുസ്ലിം സംഘടനകളും തന്നെ ഇവരെ കുടിയൊഴിപ്പിക്കരുത് എന്നുള്ള അഭിപ്രായക്കാരാണ്. ഇതൊരു ക്രിസ്ത്യൻ മുസ്ലിം വിഷയമാക്കി മാറ്റാൻ ഈ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ മനഃപൂർവ്വം സോഷ്യൽ മീഡിയയിൽ കൂടി ശ്രമിക്കുന്നതാണ്. എല്ലാ മുസ്ലിം സംഘടനകളും ഇവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യമാണ്.
നിയമപരമായ ചില കാര്യങ്ങൾ കൂടി ചെയ്തു തീർത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ഭൂമിയിൽ അവർക്ക് അവകാശം ഉറപ്പിച്ച് കിട്ടുന്ന നടപടികൾ സ്വീകരിക്കാൻ കഴിയും. ഞങ്ങൾ അവരോടൊപ്പം നിൽക്കും, നിയമപരമായും പോരാടും. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഒരു തരത്തിൽ കുടിയൊഴിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് കരമടപ്പിക്കാതിരിക്കാനോ ഒന്നും സമ്മതിക്കത്തില്ല. ഗവൺമെൻറ്റിന് വളരെ എളുപ്പത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ്. വളരെ നന്നായി ചെയ്യാം. ഈ കേന്ദ്രത്തിൽ പാസ്സാക്കുന്ന വഖഫ് ബില്ലും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ വഖഫ് ബില്ല് പാസ്സാക്കിയാലും ഇവർക്ക് ഈ ഭൂമി കിട്ടണമെന്നില്ല. അപ്പോഴും തർക്കം വേറെ നിൽക്കും. അവിടുത്തെ വഖഫ് ബില്ലിനെ ഞങ്ങളെല്ലാം എതിർക്കുകയാണ്. കാരണം എന്താ, 11-അംഗ വഖഫ് ഡയറക്ടർ ബോർഡിൽ 2 പേര് അമുസ്ലിങ്ങൾ വേണമെന്ന് പറയാം. പിന്നെ വഖഫിൻ്റെ CEO എന്ന് പറയുന്നയാൾ മുസ്ലിം ആകണമെന്ന് നിർബന്ധമില്ലെന്ന്. അതാണ് ഞങ്ങൾ പാർലമെന്റിൽ ചോദിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ മുസ്ലിമായിട്ടുള്ള ഒരാളെ വയ്ക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ മാതിരി വഖഫ് ബോർഡിൽ അമുസ്ലിമായിട്ട് ഒരാളെ വെക്കണം എന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര ഗവൺമെന്റ് മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് നടത്തുന്നതാണ്. അതിനെ നമ്മൾ പിന്തുണച്ചാൽ നാളെ ചർച്ച ബില്ല് വരും, ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ബില്ല് വരും. അപ്പോൾ ഞങ്ങൾ എതിർക്കും. മനസ്സിലായില്ല? അല്ലാതെ ഇതൊരു മതപരമായ ക്രൈസ്തവ ഇസ്ലാം പ്രശ്നമല്ല. മുഴുവൻ ഇസ്ലാമിക നേതാക്കന്മാരും സംഘടനകളും ഈ സാധാരണക്കാരായ ഇവിടെ ഈ 114 ഏക്കറിൽ താമസിക്കുന്ന സാധാരണക്കാരെ കൂടെയാണ്. ഞങ്ങൾ കൂടി മുൻകൈയെടുത്ത് അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം നടത്തും. ഒരു കാരണവശാലും ഇതിൻ്റെ പേരിൽ ഒരു മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ അനുവദിക്കാൻ പാടില്ല, മുതലെടുപ്പ് നടത്താൻ അനുവദിക്കാൻ പാടില്ല. അതാണ് നമ്മുടെ നിലപാട്. ഗവൺമെന്റിന് വളരെ ഈസിയായിട്ട് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത ആളുകളാണ് വഖഫ് ബോർഡിൽ ഇരിക്കുന്നത്. ഇത് അവരതിനു മുമ്പേ ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. ഇവരെ പൈസ മേടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഫറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് 1988 5 സെന്റ് വെച്ചുള്ള ബാക്കി തുക പൈസ അടച്ചിട്ട് അവരുടെ ആക്കിയിട്ടുണ്ട്. അതാണ്. അപ്പോൾ പൈസ അടച്ച് പൈസ മേടിച്ച ഭൂമി എങ്ങനെയാണ് വഖഫ് ഭൂമി ഒന്നാവില്ല. അത് എല്ലാവരും അതിനകത്ത് അനുകൂലമായ നിലപാടാണ്. നക്ഷത്രമില്ലാത്ത ചോദ്യം അറിയാല്ല. ഇതിനൊന്നും പൊതുപ്രാധാന്യം ഇല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങളൊക്കെ സർക്കാരും ലെജിസ്ലേച്ചർ സെക്രട്ടറിയും കൂടി ഒഴിവാക്കിയിരിക്കുകയാണ്. അതിനെതിരെ സ്പീക്കർക്ക് കത്ത് കൊടുത്തു. സ്പീക്കർ അതിൻ്റെ അകത്ത് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പിണറായി പണ്ട് മുതലേ ബ്ലിക്കസ്യ ഭാവം തന്നെയാണ് എപ്പോഴും. അതുകൊണ്ട് പിന്നെ കൂടുതൽ പറയാനില്ല. വഖഫ് നിയമത്തിൻ്റെ വിരുദ്ധമായിട്ടാണ് ഇത് വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് ക്ലെയിം ചെയ്തതെന്ന്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നത്, സതീശന് വഖഫ് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരനൊന്ന് നേരെ പോയി പഠിച്ച് കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് മനസ്സിലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം. വെറുതെ വന്ന് ഊളത്തരം വിളിച്ച് പറയാൻ വേണ്ടി മാധ്യമങ്ങളെയും വിളിച്ച് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നതും കൂടെയാണ് എൻ്റെ ഒരു അഭിപ്രായം. സതീശൻ പറയുന്നൊരു നിസാർ റിപ്പോർട്ടിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ 2006 സച്ചാർ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് വഖഫ് കാണിക്കുന്ന ഉടായ്പകൾ എല്ലാം സച്ചാർ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് തള്ളിമറിച്ചവരാണ് നമ്മുടെ സതീശൻ്റെ തലതൊട്ടപ്പന്മാരായ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പിന്നെ ഏതൊക്കെയോ ഗാന്ധിമാർ കുറേ ഉണ്ടല്ലോ, അവരെല്ലാവരും കൂടെ ചെയ്തത്. പിന്നെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററായ നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് എല്ലാം നമ്മൾ കണ്ടതാണല്ലോ അവരൊക്കെ എന്തൊക്കെയാണ് പറയുന്നതെന്നുള്ളത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ വെറുതെ ഒരു നാടകം കാഴ്ചവെക്കുക എന്നല്ലാതെ ഇവർക്ക് മെയിനായിട്ടൊന്നും ഇതിന് ചെയ്യാനില്ല. ചുമ്മാ ഗവൺമെൻറ് എന്തെങ്കിലും ബില്ല് കൊണ്ടുവരുന്നതെന്ന് അറിയുമ്പോൾ തന്നെ ചാടി വീഴുക, അത് ഇല്ലാതാക്കുക, കാര്യം കഴിഞ്ഞു. നമുക്ക് ഇനി സുരേഷ് ഗോപി എന്താണ് ഇതിൽ പറയുന്നതെന്ന് നോക്കാം. In some more breaking news coming in, Union Minister Suresh Gopi has met over 600 families in a village in Kerala's Ernakulam district who have been protesting against the Waqf Board's claim over their land, assuring that the centre was committed to resolving this issue. These families are demanding revenue rights over the land claimed by the Waqf Board. Suresh Gopi, who is BJP's first MP from Kerala, said that the government will support the protesters and will resolve all of their issues. He even added that the Waqf encroachment across the country will be resolved once the Waqf Amendment Bill is going to be passed in Parliament and becomes a law. ഇതൊരു സംയുക്ത പാർലമെന്ററി കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ ഡെലിബറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിപ്പോർട്ട് പാർലമെന്റിൽ സ്പീക്കറുടെ അടുത്തെത്തും, ചെയർമാൻ്റെ അടുത്തും എത്തും, രാജ്യസഭയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിനൊരു തീരുമാനമുണ്ടാവും.
അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ഇത് തീരുമാനിച്ച് ഇതിൻ്റെ ഒരു റിപ്പോർട്ട് ലോക്സഭാ സ്പീക്കറിനും അതേപോലെ തന്നെ നമ്മുടെ രാജ്യസഭാ ചെയർമാനും ഒക്കെ അയച്ചു കഴിഞ്ഞ് ഇതിലൊരു തീരുമാനത്തിലെത്തും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഭിന്നിപ്പിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്നതായിട്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. ഡയറക്റ്റ് കട്ട് ആൻസറാണ്. ഈ ഒരു നിയമം വരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ 3 വീഡിയോകൾ നമ്മൾ കണ്ടപ്പോൾ ഈ ഭിന്നിപ്പിക്കുന്നതിനെക്കുറിച്ച് കൂടുതലും പറയുന്നത് നമ്മുടെ കോൺഗ്രസും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരുമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു ആർട്ടിക്കിൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഒരു ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു ആർട്ടിക്കിളാണ്. 2013 ഇതിൻ്റെ അമെൻമെൻറ്റ് കൊണ്ടുവന്ന സമയത്ത് BJP-ക്കാർ ഇതിന് എതിരെ പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത് എന്നാണ്. അപ്പോൾ അത് നിങ്ങൾ വായിച്ച് നോക്കുക. അപ്പോൾ അതും നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ പേജ് ഫുള്ളായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മലയാളത്തിലും വായിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ ഒരു ന്യൂസ് ആർട്ടിക്കിൾ നിങ്ങൾ വായിക്കുക. ഇനി നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നതാണ് ലാസ്റ്റ് വീഡിയോ. അപ്പോൾ ഈ ലാസ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഘടകകക്ഷി, അതായത് NDA ഗവൺമെൻറ്റിൻ്റെ രണ്ടാമത്തെ ആളായ നമ്മുടെ ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടി എന്താണ് ഇതിൽ ചെയ്തത്. TDP ആണ് ആള്. അപ്പം ഇവർ ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് എന്താണ് വഖഫ് ബോർഡിൻ്റെ കാര്യത്തിൽ ചെയ്തത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ സതീശൻ പറയുമായിരുന്നല്ലോ, അല്ല നമ്മുടെ സഖാവ് പറയുന്നുണ്ടായിരുന്നു ഈ NDA മുന്നണിയിൽ തന്നെ ഭിന്നിപ്പുണ്ട്, അതുകൊണ്ടാണ് ഇത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയിലോട്ട് വിട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കൈ കിട്ടുന്നൊക്കെ തള്ളി പറിക്കാം അല്ലേ. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു കളയാം. Viewers, amid the ongoing political debate on the Waqf Amendment Bill, the Andhra Pradesh government led by Chandrababu Naidu has taken a decisive step to ensure transparency in the functioning of the Andhra Pradesh Waqf Board. The NDA government in Andhra Pradesh has dissolved the current Waqf Board, which was formed during the previous YSRCP regime. Now, this decision was taken after the state authorities noticed certain instances of irregularities in the earlier Waqf Board, which now stands dissolved. For now, only the administrative staff of the Andhra Waqf Board is going to function, and elected members have lost all their powers. A new Waqf Board is likely to be formed, where the priority is going to be to ensure no irregularities. The official government notification states, and I quote, "In the interest of maintaining good governance, protection of Waqf properties and ensuring the smooth functioning of the Waqf Board, the government of Andhra Pradesh withdraws the orders issued in GOM number 47, which essentially means the existing Waqf Board stands dissolved." To get more details about this significant decision by the Andhra Pradesh government, we will be going across to my colleague Soumit, who is joining us live at this point in time. Soumit, firstly, explain to us what's behind this sudden decision by Andhra Pradesh government and what has been the response really of other political parties. Well, Hina, this is not the sudden decision, we can say that, because it's been going on since last many months, and the controversy is on after SK Basha was appointed as the member of the Waqf Board, AP Waqf Board, and by the previous YSRCP government, the YS Jagan Mohan Reddy's government. So basically, the controversy has begun in 2023 after few junior advocates were, selected at the, taken into the consideration, and SK Basha appointed as the member, and even, they were the elections for the chairman was also due at that time. However, after massive controversy and also after several other people went into the went to the local authorities, approached the local authorities, and also even a few approached the court. More than 10 writ petitions filed in this matter. And also, even no scholars from the Sunni or Shia communities were seen. And so there were lots of irregularities and loopholes, and the matter was escalated to the High Court. And High Court has also observed that there have been irregularities and there have been lapses in appointing the board members. So, after the High Court order, now the NDA government has taken the decision that they will be bringing down the elected members of the Waqf Board. So, Waqf Board, the present elected Waqf Board will be
dissolved and new Waqf board will be formed. So basically, the administrative department will function. However, the elected body will remain dissolved, and that will be again appointed by the new government, NDA government, and mainly because even High Court has stated that there have been irregularities in the appointment of few members previously. So now even that has been showed as a reason by the government of Andhra Pradesh, and they have clearly stated that to maintain transparency and also to ensure to curb irregularities, we have dissolved this, and we will be appointing new board very soon. Very likely is what we have heard from the top sources of the India government in Andhra Pradesh. എല്ലാവരും പറയുന്നത് ഈ ഇറഗുലാരിറ്റീസ് അത് നിയമിക്കുന്ന ആൾക്കാരിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സ് കാണിക്കുന്ന ഇതിലും ആയിക്കോട്ടെ, 200 കോടി കാണിച്ചിട്ട് ഇപ്പോൾ സച്ചാർ റിപ്പോർട്ട് പ്രകാരം 12,000 കോടി ഏൺ ചെയ്യുന്നു എന്നാണ് അന്ന് പറഞ്ഞത് 2006. 25,000 കോടി ആയിരിക്കണമല്ലോ ഏകദേശം. അത് ഇൻഫ്ലേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു 22,000-25,000 കോടിക്ക് അടുപ്പിച്ച് കാണും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 200 കോടി എന്നുള്ളത് ഒരു 600 കോടി ആക്കിയാലും ബാക്കി 22,000 കോടിയാണ് റവന്യൂ എന്നുണ്ടെങ്കിൽ ബാക്കി 21,400 കോടി എവിടെ പോയി എന്നുള്ളത് ചോദ്യം വരും. അല്ലെങ്കിൽ 25,000 കോടിയാണെങ്കിൽ ബാക്കി 24,400 കോടി എവിടെ പോയി എന്നുള്ള ചോദ്യം വരും. അപ്പോൾ ഈ മുക്കൽ നിർത്താൻ വേണ്ടിയിട്ടാണ് മുക്കാൽ ഭാഗം വഹിക്കുന്ന ടീംസിനോട് പറയുന്നത് ഇത് അമെൻഡ് ചെയ്യണം എന്ന്. ഇതിനെക്കുറിച്ച് ഒരു വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത കുറേ മുക്കാൽ ടീംസുകൾ ഇത് മുസ്ലിങ്ങളെ മറ്റേത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പറയുന്നുണ്ട്. പോയി മദ്രസ പഠിക്കാതെ സ്കൂളിൽ പോയിരുന്ന് പഠിച്ച് 4 അക്ഷരം പഠിക്കാൻ നോക്കടേ. മോശം. ഇനി ഇതിൻ്റെ പുറകെ ആരൊക്കെയാണ് ഇത് എല്ലാം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഒരു ഊഹം നമുക്ക് നോക്കാം. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് എൻടൈറ്റിൽഡ് മുസ്ലിംസ് ഉണ്ട്. മുസ്ലിം വിഭാഗത്തിൽ തന്നെയുള്ള കുറച്ച് നല്ല പൂത്ത കാശൊക്കെയുള്ള കുറച്ച് മുസ്ലിം ആൾക്കാരാണ്. AIMIM അസദുദ്ദീൻ ഒവൈസിയാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. പുള്ളിക്കാരന് ഇതിന് പങ്കുണ്ടോ എന്നുള്ളത് ഇനി കണ്ടറിയാനേ ഉള്ളൂ. പക്ഷേ ഈ കുറച്ച് മുസ്ലിങ്ങൾ കാരണം ബാക്കിയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ കഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ അവരുടെ വില കളയുകയാണ് മുസ്ലിങ്ങൾ ചെയ്യുന്നത്. ഇതോടെ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ സ്ഥലത്തിന് വേണ്ടി നിങ്ങൾ പോരാടുക. ഈ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് അവരൊക്കെ ഒറ്റ കൈയാണ്. INDA അലയൻസ് എന്ന് പറയുന്നത് ഇവർ വെറുതെ നിങ്ങളുടെ വോട്ട് പിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളെ ഭിന്നിപ്പിച്ച്, നിങ്ങളെ പേടിപ്പിച്ച്, നിങ്ങളെ ഒരു പരിഭ്രാന്തിയാക്കി ഇവിടെ ലഹള ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു ടീമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, കാര്യത്തിന് വേണ്ടി പോരാടുക, ഈ ഒരു കോസിന് വേണ്ടി പോരാടുക. ഒരു പരിഹാരം മേടിച്ച് തരാം എന്ന് പറയുന്ന ഒരു ആൾക്കാർ, ആ ഒരു ഗ്രൂപ്പിൻ്റെ അടുത്ത് നിങ്ങൾ കൂടുതൽ സംവാദം പുലർത്തുക. അവരെടുത്ത് നിങ്ങൾ ആവശ്യങ്ങൾ പറഞ്ഞ് അത് നേടിയെടുക്കാൻ നോക്കുക. അല്ലാതെ ഇവിടെ ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ പഴിചാരുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ പഴിചാരുന്നു, ഇതൊന്നും ആർക്കും ഒരു ഗുണവും ചെയ്യില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ, കമ്മ്യൂണിസ്റ്റുകാരെ, അപ്പോൾ ബൈ.